മാഷെ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മള് മാഷും സിന്ധുജി എല്ലാം പറഞ്ഞ് സുഹൃതഹോമം ചെയ്യണം, നമുക്ക് നടത്തണം ചേച്ചി എന്ന് എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് സുഹൃതഹോമം, ഇപ്പൊ നമ്മളൊക്കെ പഴയ ആൾക്കാര് പറയോ നിങ്ങള് സുഹൃതം ചെയ്ത ആൾക്കാരാണ് പറയാറുണ്ട്. പക്ഷെ അത് എങ്ങനെ സുഹൃതം കിട്ടുമെന്ന് ഇന്നലെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ സുഹൃതഹോമം നടത്തണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഈ സുഹൃതഹോമം ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നമുക്ക് സാധാരണഗതിയിൽ സുഹൃതഹോമത്തെ പറ്റിയിട്ട് ചേച്ചി പറഞ്ഞ പോലെ സംശയങ്ങൾ ആളുകൾക്ക് ഒരുപാടുണ്ട്. കാരണം ഇത് അധികം പ്രചാരത്തിലുള്ള ഒരു വാക്കല്ല. എന്നാൽ സുഹൃതം ചെയ്യുക കണ്ടില്ല, അവര് തറവാട്ടിലെ സുഹൃതം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒപ്പം നമ്മൾ വേറൊരു വാക്കും കൂടെ കേട്ടാലേ ഈ സുഹൃതത്തിന് ദുഷ്കൃതം അല്ലെങ്കിൽ ദുരിതം അല്ലെങ്കിൽ ദോഷം, ഈ മൂന്ന് വാക്കുകൾ. അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് അധികം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയിട്ട് ജീവസന്ധാരണത്തിന് വേണ്ടി നമ്മൾ ഈ ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ മൃഗങ്ങളെ ആഹരിക്കുന്നു, മൃഗങ്ങളെ നമ്മൾ ഭക്ഷിക്കുന്നു, മൃഗങ്ങളെ ഭക്ഷിക്കുന്നു, മനുഷ്യരും മൃഗങ്ങളെ ഭക്ഷിക്കുന്നു. അപ്പൊ ഈ പരസ്പരം ആഹരിക്കുന്നതില് അത് പ്രകൃതി നിയമമാണ്. എന്നാൽ അതിലൊരു ജീവന്റെ ഒരു പൂർത്തീകരണം ഇല്ലാത്തതുകൊണ്ട് അതിലൊരു ദോഷം. ഇപ്പൊ നമ്മള് വണ്ടി കൊണ്ട് പോകുന്നു, നമ്മളെ വണ്ടി നടന്ന് നമ്മൾ പോകുന്നു, നമ്മളെ പാദങ്ങളിൽ പെട്ട് എത്രയോ ജീവജാലങ്ങൾ. ചെറിയ കോശങ്ങളുടെ മരണം മാത്രം നമ്മൾ പറയില്ല, വലിയ കോശങ്ങളുടെ മരണം നമ്മൾ ആഘോഷിക്കും. പക്ഷെ അതിൽ നിങ്ങൾ പറയും വലിയ, അതേസമയം ചെറു പ്രാണികൾ വരെ അവർക്ക് ജീവനാശം സംഭവിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ നിത്യജീവിതമായി ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ കർമ്മങ്ങളിലൂടെ വരുന്ന സാധാരണ ദോഷങ്ങൾ ഒരുപാടുണ്ട്. അതിൽ വാക്ക് ദോഷങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലർക്ക് ഇഷ്ടമാകുന്നുണ്ട്, അപ്പൊ അത് ദോഷം. അവർ മനസ്സിന് വിഷമം, ചില പ്രവർത്തനങ്ങളുണ്ട് അത് ദോഷമാവും. അതുപോലെ ചില ചിന്തകളും ദോഷമായിട്ടൊക്കെ വരാം. ഇതാണ് സാധാരണ രീതിയിലുള്ള ദോഷങ്ങൾ. അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടോ, എല്ലാ ജീവജാലങ്ങൾക്കും. അതിന് കുറച്ചും കൂടി അടുത്ത പടിയാണ് ദുരിതം. ദുരിതം എന്ന് പറയുമ്പോൾ ഈ സാധാരണഗതിയിലുള്ള ദോഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കുമ്പോഴാണ് അത് ദുരിതം. ഇപ്പൊ ഉദാഹരണമായിട്ട് അങ്ങനെയുള്ള ദുരിതങ്ങള് നമ്മള് ഈ കർമ്മഫല സിദ്ധാന്തം അനുസരിച്ച് ജന്മങ്ങളോടെ നിൽക്കുന്നത്. അതാണ് ഈ സർപ്പഹിംസ, ഹിംസാ ദുരിതങ്ങൾ. മനഃപൂർവ്വം പാമ്പിനെ അടിച്ചത് എന്നുള്ളത് സർപ്പഹിംസാ ദുരിതമായിട്ടുണ്ട്. അതുപോലെ മറ്റു ജീവജാലങ്ങളെ മനഃപൂർവ്വം നമ്മളെ കൊല്ലുന്നത്, അതുപോലെ തന്നെ അവരുടെ ജീവൻ കഴിക്കുന്നത് അവരുടെ സുഖത്തിന് ഇല്ല, നമ്മളെ സുഖത്തിന് വേണ്ടി. ഇപ്പോൾ ഉദാഹരണം വീട്ടിൽ നമ്മളെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ പലരുണ്ട്. അവർക്ക് ഒരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ ചിലപ്പോൾ കുട്ടിയെ പാൽ കുടിക്കാൻ വേണ്ടി. അപ്പൊ വീട്ടു ഉടമസ്ഥന് ഇഷ്ടമാവില്ല. അപ്പൊ വീട്ടിലെ പണികൾ മുടങ്ങും, ആ കുട്ടി കയറും. അപ്പൊ ഉടമസ്ഥൻ ചീത്ത പറയും. അപ്പൊ ഈ കുട്ടിക്ക് ഈ അമ്മ പാല് കൊടുക്കില്ല. അപ്പൊ അതവിടെ നിലവിളിക്കും. അപ്പൊ അവിടെ നാച്ചുറലായിട്ട് ആ പ്രകൃതിയുടെ ഒരു നിർവഹണം അവിടെ ഇല്ലാതെ. അതുകൊണ്ട് ഈ പശുവിനെ കറന്നു പിടിക്കുന്നത് ഉൾപ്പെടെ എല്ലാം ഈ ദുരിതങ്ങളിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ സുഖസൗകര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന ദോഷങ്ങളെയാണ് ഈ ദുരിതങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്ന ദോഷങ്ങളാണ്. അതിൽ നിന്നും കുറച്ചും കൂടി ഒരു പടി കടക്കുമ്പോഴാണ് ഈ ദുരിതം ഉണ്ടാകുന്നത്. ഈ ദുരിതം ജന്മങ്ങളോടെ അതാണ് ഈ അനപത്യതാ ദുഃഖം. അതായത് കുട്ടികളില്ലാത്ത സന്താന ദോഷം, ഇതൊക്കെ പ്രധാനമായിട്ട് അത് വിവാഹം ലൗകികമായിട്ടുള്ള പലതിനും ലോകാക്രോശ ദുരിതം എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കല്പമുണ്ട്. ലോകാക്രോശ ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ മനഃപൂർവ്വം വേദനിപ്പിക്കപ്പെട്ടത് രാജാക്കന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത പ്രഭുക്കന്മാര്. അതുപോലെ നമ്മൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ലോകജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന സമയത്ത് അത് ലോകാക്രോശ ദുരിതമായിട്ട് വരും. അതൊക്കെ ജ്യോതിഷത്തിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ ദോഷത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കുറച്ചും കൂടി കടന്നു പോകുന്നതാണ് ദുഷ്കൃതം. ദുഷ്കൃതം പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം നമ്മള് ഒരാളുടെ ജീവിതത്തെ ബാധയായി മാറും.
തടസ്സമായി മാറും. മനഃപൂർവ്വം നമ്മൾ കരുക്കൾ നീക്കിക്കൊണ്ട് ഒരാളെ കൊയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ കൊട്ടേഷൻ കൊടുക്കുക, അത് ഒരിക്കലും നമുക്കത് പരിഹാരമില്ല. ദുഷ്കൃതത്തിന് അത് അതിനെ അനുഭവിച്ചേ പറ്റും. അതിനുള്ള തിരിച്ചറിവ് ഇന്നല്ലെങ്കിൽ നാളെ പല രീതിയിൽ അത് തരും. അപ്പൊ ഇങ്ങനെ ഈ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഷ്കൃതങ്ങളിൽ നിന്നും ഉള്ള മുക്തിയാണ് ഈ ഒരു ഭാഗത്ത് ഇത് മുഴുവൻ ഒരു ക്ലാസ്സില് ഈ ദോഷങ്ങളും ദുരിതങ്ങളും ദുഷ്കൃതങ്ങളും വന്ന് അങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ ബാങ്ക് ഇൻട്രസ്റ്റുകൾ തന്നെ. മറ്റൊരു ഭാഗത്ത് ഈ സുഹൃതം തീരെ ഇല്ലാതാവും. അപ്പൊ ഇത് എത്ര നല്ലത് ചെയ്താലും ഈ ദോഷങ്ങൾ ആധിക്യം ഉള്ളത് കൊണ്ട് ആ തട്ടാണ് എന്ത് ചെയ്യുക, താണിരിക്കുക. ഈ സുഹൃത്തുക്കളെ തട്ട് പോയിരിക്കാൻ അതൊന്നുമില്ല. അപ്പൊ ഈ സുഹൃതം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ദോഷത്തെയും ദുരിതത്തെയും ദുഷ്കൃതത്തെ തന്നെ ഇല്ലാതാക്കണമെങ്കിൽ അതിന് പ്രധാനമായും നമ്മൾ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന ത്രിവിധങ്ങളായ കർമ്മങ്ങളുടെ ഗതി അതിനെ ചിട്ടപ്പെടുത്തണം. അതിനാണ്. അപ്പൊ അത് എങ്ങനെ ചിട്ടപ്പെടുത്താം? ഈ ദുഷ്കൃതങ്ങളെയും ദോഷങ്ങളെയും ദുരിതങ്ങളെയും ദോഷങ്ങളെയും സ്വാഭാവികമായി കുമിഞ്ഞു കൂടുന്ന നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ അക്കുമുലേറ്റഡ് ആയിട്ടുള്ള കുമിഞ്ഞുകൂടി വരുന്ന ഇതിനെ നമ്മൾ അതാത് സമയത്ത് തന്നെ സത്സംഗങ്ങളിലൂടെ, സജ്ജന ഭാഷണങ്ങളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ഈ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനാദി വഴിപാട് മറ്റു കാര്യങ്ങളിലൂടെ ധർമ്മപ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് കുറേശ്ശെ കുറഞ്ഞു വരുമെങ്കിലും ഒരു ആത്മബോധം ഇല്ലെങ്കിൽ ഇതിനൊന്നും ഫലമില്ല. അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് സുഹൃത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ദോഷദുരിത ദുഷ്കൃതങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ഒരു പവർ കൊടുക്കണം. ഒരു മനസ്സിനെ, ശരീരത്തിനും എന്ന് പറയുന്ന നമ്മുടെ ആത്മാവിനൊക്കെ തന്നെ ഒരു ശക്തി കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് കരകയറാൻ കഴിയും. കാരണം കൂടുതൽ ദോഷങ്ങളും ദുരിതങ്ങളും ദുഷ്കൃതങ്ങളും ചെയ്യാതെ നോക്കലും യഥാർത്ഥ സാധാരണ പ്രകൃതിദത്തമായ ജീവിതത്തിന്റെ താളം വീണ്ടെടുക്കുക. അത് നഷ്ടപ്പെടുമ്പോഴാണ് ദോഷങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ഒരു പരമമായിട്ടുള്ള അവസ്ഥയാണ്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് ഗായത്രിയുടെ പടവുകളിലൂടെ മാത്രമേ എത്താൻ പറ്റൂ. കാരണം ഗായത്രി മന്ത്രത്തിന്റെ ഒരു ശക്തിയാണ്. 3 പാദങ്ങളിൽ അതിലൂടെ ഒരു ആത്മശുദ്ധീകരണം നടക്കും. അതുകൊണ്ട് നമുക്കിവിടെ മാജിക് ഒന്നും കാണിക്കാൻ കഴിയും, ഒരു മാന്ത്രികതയും ഇല്ല. കാരണം ഈ ഗായത്രി ചൊല്ലുന്നതിലൂടെ, ആവർത്തിക്കുന്നതിലൂടെ, അതിന്റെ സാധനാ പാഠങ്ങളിലൂടെ, അതിന്റെ പ്രസ്ഥാനത്തിലൂടെ, വിസ്താരത്തിലൂടെ പതുക്കെ നമ്മൾ നമ്മുടെ തന്നെ മനസ്സിനെയും ശരീരത്തെയും മാറ്റി എടുക്കുകയും യഥാർത്ഥത്തിലുള്ള കർമ്മ പന്ഥാവിലൂടെ നമുക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോഴാണ് സുഹൃതം കിട്ടുന്നത്. നേരത്തെ പറഞ്ഞത് നമുക്കത് ഒരു പുരോഹിതനെ വെച്ചിട്ട് ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്നതാണ്. ഒരു 24,000 ഗുരു ഗായത്രി ഹോമിക്കും, അത്ര തന്നെ ജപിക്കും, അനുജപം എന്ന് പറയും. ഒപ്പം തന്നെ അതിന്റെ 10-ലൊരു അംശം പൂജ അർച്ചിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമസ്കാരം പ്രദക്ഷിണം ചെയ്യും, നമസ്കരിക്കും. 24 നമസ്കരിക്കും. ഇപ്പൊ 24,000 മുതൽ 24,000 ഹോമിക്കുന്നു, അതിൽ അത്ര തന്നെ ജപിക്കുന്നു, 12,000 സംഖ്യ അർച്ചിക്കുന്നു. പിന്നെ അങ്ങനെ അംശിച്ചിട്ട് 6,000 സംഖ്യ അതിന് പൂജ കഴിക്കുന്നു. അതിന് പിന്നീട് അതിന് 600 പ്രാവശ്യം തർപ്പണം ചെയ്യുന്നു. പിന്നെ അങ്ങനെ 24 തവണ നമ്മൾ നമസ്കരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആരാധന പദ്ധതികൾ നിലവിലുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പരിമിതി ഇതൊരു പുരോഹിതനെ നമ്മൾ അതാണ് ആ പരിമിതിയെ മറികടക്കാനാണ് ഈ പുരോഹിതന് നമ്മൾ ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് ചമത, നെയ്യ്, പ്ലാച്ചിന്റെ ചമത, നെയ്യ്, ഹവിസ്, പൂക്കളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് ഒരു പുരോഹിതൻ വഴിയാണ് ഈ സുഹൃതം നടക്കുന്നത്. വീടുകളിലായാലും അമ്പലങ്ങളിലായാലും നമ്മൾ അതിന് മാറിയിട്ട് വേദത്തിന്റെ അല്ലെങ്കിൽ ശ്രുതിയുടെ മാർഗത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അവനവന് തന്നെ ചെയ്യാം. കാരണം അവനവനാണ് തനിക്ക് കിട്ടണമെങ്കിൽ താൻ തന്നെ ചെയ്യണം. അതിൽ ഈ മീഡിയേറ്റേഴ്സ് ഇല്ലാതെ, മധ്യവർത്തികളില്ലാതെ വേദോക്തമായിട്ട് നേരിട്ട് തന്നെ ഗായത്രി ചൊല്ലി ഈ പദ്ധതികളൊക്കെ ഇനി ഹോമിക്കാൻ പറ്റാത്തവർക്ക് ജപിക്കാം, തർപ്പിക്കാം. ആവർത്തനത്തിലൂടെ, നിരന്തര സാധനയിലൂടെ ഒരു വ്യക്തി സ്വയം ആ ഒരു ആത്മശാക്തീകരണം, സെൽഫ് എംപവർമെന്റ്, ആത്മശാക്തീകരണത്തിലേക്ക് പോയാൽ പിന്നെ ഈ ഒരു പേടി ഉണ്ടാവില്ല. അപ്പൊ അതിനെ ഈ നയസ്ബധാരായി അതിലെ
ഗുരുദേവ ശരിയായ സുബന്ധത്തിലൂടെ നല്ല വഴിയിലൂടെ നമ്മളെ നയിക്കണേ എന്നാണ് എന്നതുപോലെ ഗായത്രി ജപിക്കും തോറും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മത്തിലൊക്കെ തന്നെ പടിപടിയായി മാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വാസ്തവത്തിൽ സുഹൃതം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ കർമ്മങ്ങൾ ഒക്കെ നമുക്ക് അനുകൂലമായി വരികയും അതിൽ ദോഷങ്ങളും ദുരിതങ്ങളും ദുഷ്കൃതങ്ങളും സ്വാഭാവികമായി കുറയുകയും ഈ സുഹൃതത്തിന്റെ തട്ട് താണിരിക്കുകയും ചെയ്യും. മറ്റതല്ല, അപ്പൊ ദോഷ ദുരിത ദുഷ്കൃതങ്ങളുടെ തട്ടാണ് താണിരിക്കുന്നത്, സുഹൃത പൊങ്ങിയില്ല. അപ്പൊ അതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്ന വഴിയാണ് നേരിട്ട് ഇത് ചെയ്യും. അതാണ് അപ്പൊ അഗ്നി മുഖേന, കാരണം പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാന അഗ്നിയാണ്. ആ അഗ്നി മുഖേന നമ്മൾ ഈ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും പാരമ്പര്യ പ്രകാരം കഫം, വാദം, പിത്തം കൂടാതെ സപ്തധാതുക്കൾ, അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, അതുപോലെ തന്നെ പഞ്ചതന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ ഒരു മനുഷ്യനെ നമ്മൾ യോഗശാസ്ത്രം അനുസരിച്ചിട്ടും ആയുർവേദത്തിനനുസരിച്ചിട്ടും ഒരു മനുഷ്യനെ നമ്മൾ പ്രപഞ്ചത്തിന്റെ ബ്രഹ്മാണ്ടത്തിന്റെ ഒരു ചെറിയ അംശമായിട്ട് കണ്ടുകൊണ്ട് ഉള്ള മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജാലവിദ്യ അതിലില്ല, ഒരു മാന്ത്രികതയോ ഒരു മാജിക്കോ അതിലില്ല. ക്രമേണ കണ്ട് ഒരു സമൂഹം മുഴുവൻ മാറാനുള്ള ഒരു ആത്മീയമായ തത്വം. അതാണ് ഈ സുഹൃതഹോമത്തിന്റെ നമ്മളെ ഒരു കാഴ്ചപ്പാടാണ്. ചേച്ചിക്കെന്തെങ്കിലും സുഹൃത ചോദിച്ചോളൂ. ഈ സുഹൃതവും സത്യം പറയട്ടെ മാഷെ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ദിവസം സിന്ധുജി തരുന്ന ക്ലാസ് ദിവസം വിളിച്ച് സുഹൃതഹോമത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് കുറെ സുഹൃതഹോമത്തെ കുറിച്ച് ഒന്നും അറിയില്ലേ, കുറച്ചൊക്കെ ആ സുഹൃതഹോമം എന്താണ് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ മാഷോട് ചോദിക്കാറുണ്ട്, ഈ സുഹൃതഹോമം തീർച്ചയായും ഈ സുഹൃതഹോമത്തിന്റെ അതിന്റെ ആരാണ് അധികാരി എന്നുള്ളവിടെയാണ് നമ്മളെ വിപ്ലവം ഒരു പുരോഗമന ചിന്തയിൽ. ഇത് ജാതിഭേദ വ്യത്യാസം, ജാതി ഭേദങ്ങളൊന്നുമില്ല, ജാതി മതത്തിന്റെ വ്യത്യാസങ്ങളില്ല, പ്രായ വ്യത്യാസങ്ങളില്ല, അതുപോലെ ലിംഗവ്യത്യാസങ്ങളില്ല. ആർക്കും ഇതിൽ ഈ പദ്ധതിയുടെ യഥാർത്ഥത്വം മനസ്സിലാക്കാൻ ആർക്കും ഇത് ചെയ്യാൻ. അതായത് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയും, അതായത് ലിംഗസമത്വം. ഇപ്പോൾ സ്വതവേ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ തന്നെ അധികവും പുരുഷന്മാരാണ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഹ്മണരാണ് ചെയ്യുക. അപ്പൊ നമ്മൾ അതേ നമ്മൾ മാറ്റുന്നു, ആ ക്രമേണ അതാണ് മാറ്റുന്നു. അതിനൊരു